ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാര്? ഓപ്ഷൻ സി റൂദർഫോർഡാണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ റൂദർഫോർഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ധർമ്മടം ദ്വീപ് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി കണ്ണൂർ ജില്ലയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 1975 പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ 1977 പിൻവലിച്ചതാര്? ഓപ്ഷൻ ഡി BD ജെട്ടിയാണ് 1975 പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ 1977 പിൻവലിച്ച രാഷ്ട്രപതിയാണ് BD ജെട്ടി. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗജഗാമിനി എന്ന ചിത്രം വരച്ച ചിത്രകാരൻ ആര്? ഓപ്ഷൻ ബി MF ഹുസൈനാണ്. ഗജഗാമിനി എന്ന ചിത്രം വരച്ച ചിത്രകാരനാണ് MF ഹുസൈൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. നറോറ ആറ്റമിക് പവർ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി ഉത്തർപ്രദേശിലാണ് നറോറ ആറ്റമിക പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനത്ത്. ആറാമത്തെ ക്വസ്റ്റ്യൻ. തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകല ഏത്? ഓപ്ഷൻ സി സ്ക്ലീറൻ കൈമ കലകൾ കൊണ്ടാണ് തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകലയാണ് സ്ക്ലീറൻ കൈമ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ എ തൈമോസിനാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. കോടതിയിൽ ഹാജരായ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ എ VV ഗിരി ആയിരുന്നു. കോടതിയിൽ ഹാജരായ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു VV ഗിരി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. പരിണാമ സിദ്ധാന്തം രൂപപ്പെടുത്തുന്നതിൽ ചാൾസ് ഡാർവിനെ സ്വാധീനിച്ച ദ്വീപ സമൂഹം ഏതായിരുന്നു? ഓപ്ഷൻ സി ഗാലപ്പഗോസ് ദ്വീപസമൂഹമായിരുന്നു. പരിണാമ സിദ്ധാന്തം രൂപപ്പെടുത്തുന്നതിൽ ചാൾസ് ഡാർവിനെ സ്വാധീനിച്ച ദ്വീപസമൂഹമാണ് ഗാലപ്പഗോസ് ദ്വീപസമൂഹം. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ എ സെർഷ്യററി റിട്ടാണ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യററി റിട്ട്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. SK പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന നോവലിന് പശ്ചാത്തലമായ കോഴിക്കോടൻ ഗ്രാമം ഏതാണ്? ഓപ്ഷൻ ഡി മുക്കമാണ്. SK പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന നോവലിന് പശ്ചാത്തലമായ കോഴിക്കോടൻ ഗ്രാമമാണ് മുക്കം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ആദ്യ ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതി സ്ഥാപിക്കപ്പെട്ടപ്പോൾ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ സി എൽജിൻ പ്രഭു ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതി സ്ഥാപിക്കപ്പെട്ടപ്പോൾ വൈസ്രോയി എൽജിൻ പ്രഭു ആയിരുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ. കർണാടകയിലെ ശ്രാവണ ബെൽഗോള ഏതു മതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കർണാടകയിലെ ശ്രാവണ ബെൽഗോള ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1913 രൂപം കൊണ്ട ഗദ്ദർ പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ ഡി സോഹൻ സിംഗ് ഭക്നയായിരുന്നു. 1913 രൂപം കൊണ്ട ഗദർ പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു സോഹൻ സിംഗ് ഭക്ന. 15ാമത്തെ ക്വസ്റ്റ്യൻ. ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവമാണ്. ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
ഏത് മേഖലയിലെ മികവിനാണ് JCB പുരസ്കാരം നൽകപ്പെടുന്നത്? ഓപ്ഷൻ സി, സാഹിത്യത്തിലെ മികവിനാണ് JCB പുരസ്കാരം നൽകപ്പെടുന്നത്. സാഹിത്യത്തിലെ മികവിന്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി, ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻ ബി, ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. ചെന്നൈയിൽ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് കായലിലാണ്? ഓപ്ഷൻ സി, അഷ്ടമുടി കായലിലാണ് മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമുടി കായലിൽ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷമേത്? ഓപ്ഷൻ എ, 1906 മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷമാണ് 1906. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1946 നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ ഏത്? ഓപ്ഷൻ ബി, HMS തൽവാറാണ് 1946 നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പലാണ് HMS തൽവാർ. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി, ജോൺ പെന്നിക്യുക്കാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ജോൺ പെന്നിക്യുക്ക്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ കുടുംബാസൂത്രണ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി, RD കാർവെയാണ് ഇന്ത്യൻ കുടുംബാസൂത്രണ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. RD കാർവെയാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. തമസോമ ജ്യോതിർഗമയ എന്ന ആപ്തവാക്യമുള്ള കേരളത്തിലെ സർവകലാശാല ഏത്? ഓപ്ഷൻ എ, കണ്ണൂർ സർവകലാശാലയ്ക്കാണ് തമസോമ ജ്യോതിർഗമയ എന്ന ആപ്തവാക്യമുള്ള കേരളത്തിലെ സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു രാജ്യത്തിൻ്റെ നിശബ്ദ അംബാസഡർ എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ഡി, തപാൽ സ്റ്റാമ്പാണ് ഒരു രാജ്യത്തിൻ്റെ നിശബ്ദ അംബാസഡർ എന്നറിയപ്പെടുന്നത്. തപാൽ സ്റ്റാമ്പാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. ചുണ്ണാമ്പ് കല്ല്, കക്ക എന്നിവ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? ഓപ്ഷൻ സി, കാർബൺ ഡയോക്സൈഡാണ്. ചുണ്ണാമ്പ് കല്ല്, കക്ക എന്നിവ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കൊടുങ്ങല്ലൂരുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ സി, ഗണപതി വട്ടമാണ്. താഴെ പറയുന്നവയിൽ കൊടുങ്ങല്ലൂരുമായിട്ട് ബന്ധമില്ലാത്തത് ഗണപതി വട്ടം. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് അംഗങ്ങളുള്ള നിയമസഭ ഏത്? ഓപ്ഷൻ സി, പുതുച്ചേരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് അംഗങ്ങളുള്ള നിയമസഭയാണ് പുതുച്ചേരി നിയമസഭ. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ ഡി, ശ്രീ മൂലം തിരുനാളായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ മൂലം തിരുനാൾ. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാസർഗോഡ് പട്ടണത്തെ U ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന പുഴ ഏത്? ഓപ്ഷൻ ഡി, ചന്ദ്രഗിരി പുഴയാണ്. കാസർഗോഡ് പട്ടണത്തെ U ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്ര? ഓപ്ഷൻ ബി, 580 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യമാണ് 580 കിലോമീറ്റർ. 32ാമത്തെ ക്വസ്റ്റ്യൻ. എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന്?
ഓപ്ഷൻ എ 2002 മാർച്ചിലാണ് എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത്. 2002 മാർച്ചിൽ. 33ാമത്തെ ക്വസ്റ്റ്യൻ. 1907 പഞ്ചാബിലെ ബാങ്ക, ഇപ്പോൾ പാകിസ്ഥാനിലാണ് ബാങ്ക. അപ്പോൾ 1907 പഞ്ചാബിലെ ബാങ്കയിൽ ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആര്? ഓപ്ഷൻ ഡി ഭഗത് സിംഗ് ആണ്. 1907 പഞ്ചാബിലെ ബാങ്കയിൽ ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരിയാണ് ഭഗത് സിംഗ്. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ ഏത്? ഓപ്ഷൻ ഡി നീണ്ടകരയാണ്. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷനാണ് നീണ്ടകര. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 1963 നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്ന വർഷമാണ് 1963. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എലിസ, വെസ്റ്റേൺ ബ്ലോട്ട് എന്നീ പരിശോധനകൾ ഏത് രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി എയ്ഡ്സ് രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകളാണ് എലിസ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റുകൾ. എയ്ഡ്സ് രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 38ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കലോറി എത്ര ജൂൾ ആണ്? ഓപ്ഷൻ എ 4.2 ജൂൾസ് ആണ്. ഒരു കലോറി എന്നത് 4.2 ജൂൾസ് ആണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ. പാർസെക് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഓപ്ഷൻ ബി ദൂരത്തിൻ്റെ യൂണിറ്റാണ്. പാർസെക് എന്നത് ദൂരത്തിൻ്റെ യൂണിറ്റാണ്, സമയത്തിൻ്റെ യൂണിറ്റ് അല്ല. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മോക്ഷപ്രദീപ നിരൂപണ വിതാരണം എന്ന ദീർഘപ്രബന്ധത്തിൻ്റെ കർത്താവ് ആര്? ഓപ്ഷൻ ഡി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷപ്രദീപ നിരൂപണ വിതാരണം എന്ന ദീർഘപ്രബന്ധത്തിൻ്റെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡോങ്കി ഡ്രോപ്പ് എന്ന പദം ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോങ്കി ഡ്രോപ്പ് എന്ന പദം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ബി നാഗ്പൂരാണ്. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് നാഗ്പൂർ. 43ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദേശി ബോഫോഴ്സ് എന്നറിയപ്പെടുന്ന പീരങ്കി ഏതാണ്? ഓപ്ഷൻ സി ധനുഷ് പീരങ്കിയാണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ദേശി ബോഫോഴ്സ് എന്നുകൂടി അറിയപ്പെടുന്ന പീരങ്കിയാണ് ധനുഷ് പീരങ്കി. 44ാമത്തെ ക്വസ്റ്റ്യൻ. സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന വാതകം ഏത്? ഓപ്ഷൻ ഡി ഹീലിയമാണ്. സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന വാതകമാണ് ഹീലിയം. 45ാമത്തെ ക്വസ്റ്റ്യൻ. താമരയും കഠാരയും എന്ന രഹസ്യ സംഘടന സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ അരബിന്ദ ഘോഷാണ്. താമരയും കഠാരയും എന്ന രഹസ്യ സംഘടന സ്ഥാപിച്ചതാരാണ്? അരബിന്ദോ ഘോഷ്. 46ാമത്തെ ക്വസ്റ്റ്യൻ. മത്സ്യ സമുദ്ര ശാസ്ത്ര പഠനത്തിനായി കേരളത്തിൽ ആരംഭിച്ച സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ ബി കൊച്ചിയിലാണ്. മത്സ്യ സമുദ്ര ശാസ്ത്ര പഠനത്തിനായിട്ട് കേരളത്തിൽ ആരംഭിച്ച സർവകലാശാലയുടെ ആസ്ഥാനം കൊച്ചി. 47ാമത്തെ ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ചതാര്? ഓപ്ഷൻ ഡി എ ബി വാജ്പേയി ആണ്. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായിട്ട് ഹിന്ദിയിൽ പ്രസംഗിച്ചതാരാണ്? എ ബി വാജ്പേയി. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരായിരുന്നു?
ഓപ്ഷൻ സി AB വാജ്പേയി ആയിരുന്നു കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി AB വാജ്പേയി. 49ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരമാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആവറേജ് ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആവറേജ് ദൂരം. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായി അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികളാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് അറിയപ്പെടുന്നത്. വൈകുണ്ഠ സ്വാമികൾ. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഓപ്ഷൻ ഡി സരയൂ നദീതീരത്താണ് അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. സരയൂ നദീതീരത്ത്. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ സെൻട്രൽ സർവീസ് ഏത്? ഓപ്ഷൻ സി ഇന്ത്യൻ റെയിൽവേ സർവീസാണ് താഴെ പറയുന്നവയിൽ സെൻട്രൽ സർവീസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേ സർവീസ് മാത്രമാണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സിന്നബാർ എന്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ സി മെർക്കുറിയുടെ അയിരാണ്. സിന്നബാർ മെർക്കുറിയുടെ അയിരാണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ എ 2002 ജനുവരി 26-നാണ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്ന വർഷം. 2002 ജാനുവരി 26-ന്. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാൽമീകി പ്രതിഭ എന്ന നാടകം രചിച്ചതാര്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോറാണ് വാൽമീകി പ്രതിഭ എന്ന നാടകം രചിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ. 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. 57ാമത്തെ ക്വസ്റ്റ്യൻ. അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി സർദാർ വല്ലഭായി പട്ടേലാണ് അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. സർദാർ വല്ലഭായി പട്ടേൽ. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചിക്കൻസ് നെക്ക് എന്നറിയപ്പെടുന്ന പ്രദേശമേത്? ഓപ്ഷൻ എ സിലിഗുരി ഇടനാഴിയാണ്. ചിക്കൻസ് നെക്ക് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് സിലിഗുരി ഇടനാഴി. 59ാമത്തെ ക്വസ്റ്റ്യൻ. ലോക്പാൽ ബിൽ ആദ്യമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വർഷമേത്? ഓപ്ഷൻ എ 1968-ലാണ് ആദ്യമായിട്ട് ലോക്പാൽ ബിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വർഷമാണ് 1968. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1898 ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ ആനി ബസന്റ് ആണ് 1898 ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത്. ആനി ബസന്റ്. 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചിന്താമണികർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ എ പശ്ചിമ ബംഗാളിലാണ് ചിന്താമണികർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ സംസ്ഥാനം. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അമർ ജവാൻ ജ്യോതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി ഇന്ത്യ ഗേറ്റിലാണ് അമർ ജവാൻ ജ്യോതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ഗേറ്റിൽ. 63ാമത്തെ ക്വസ്റ്റ്യൻ. അജന്ത ഗുഹകൾ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി മഹാരാഷ്ട്രയിലാണ് അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്ര സംസ്ഥാനത്ത്. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്?
ഓപ്ഷൻ എ ലെഡ് ലോഹം കൊണ്ടാണ് എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലെഡ് ലോഹം കൊണ്ടാണ്. 65-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ ഹരിതശ്രീ എന്നതാണ് കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായത്തിൻ്റെ പേര് ഹരിതശ്രീ. 66-ാമത്തെ ക്വസ്റ്റ്യൻ. കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി ബീഹാറിലാണ് കോസി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ. 67-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ ബി നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് നാം ആചരിക്കുന്ന ദിവസമാണ് നവംബർ 26. 68-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഖൂം റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഖൂം റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിൽ. 69-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടലേത്? ഓപ്ഷൻ സി അറബിക്കടലിലാണ് ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്നത് അറബിക്കടലിൽ. 70-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ DK കാർവെയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ. ആരാണ്? DK കാർവെ. 71-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ ബി അമേരിക്കൻ ഭരണഘടനയെ മാതൃകയാക്കിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അമേരിക്കൻ ഭരണഘടനയെ മാതൃകയാക്കിയാണ്. 72-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1972 സിംല കരാറിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോടൊപ്പം ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി സുൽഫിക്കർ അലി ഭൂട്ടോ ആയിരുന്നു 1972 സിംല കരാറിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോടൊപ്പം ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്നു സുൽഫിക്കർ അലി ഭൂട്ടോ. 73-ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യൻ്റെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 33 കശേരുക്കളാണ്. മനുഷ്യൻ്റെ നട്ടലിലെ കശേരുക്കൾ എത്രയാണ്? 33 കശേരുക്കൾ. 74-ാമത്തെ ക്വസ്റ്റ്യൻ. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ സി പണ്ഡിത രമാഭായി ആണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ശാരദാ സദൻ സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാഭായി. 75-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സമാധാന ജാഥ നയിച്ചതിന് അറസ്റ്റിലായ നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ ബി ശ്രീ കുമാര ഗുരുദേവനാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സമാധാന ജാഥ നയിച്ചതിന് അറസ്റ്റിലായ കേരള നവോത്ഥാന നായകനാണ് ശ്രീ കുമാര ഗുരുദേവൻ. 76-ാമത്തെ ക്വസ്റ്റ്യൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ഇങ്ങനെ പറഞ്ഞതാര്? ഓപ്ഷൻ ബി വീരേശലിംഗം പന്തലുവാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ഇങ്ങനെ പറഞ്ഞത് വീരേശലിംഗം പന്തലു. 77-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാലിയം എന്നത് ഏതു മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ്? ഓപ്ഷൻ സി പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ്. കാലിയം എന്നത് പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ്. 78-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ഓപ്ഷൻ ബി ട്രോപ്പോസ്ഫിയർ ആണ്. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. 79-ാമത്തെ ക്വസ്റ്റ്യൻ.
ബാറ്ററികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ഓപ്ഷൻ ബി സൾഫ്യൂരിക് ആസിഡ് ആണ്. ബാറ്ററികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഒരു പ്രധാന ഇരുമ്പയിര് നിക്ഷേപ മേഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഝാർഖണ്ഡാണ്. ഇന്ത്യയിലെ ഒരു പ്രധാന ഇരുമ്പയിര് നിക്ഷേപ മേഖലയാണ് ഝാർഖണ്ഡ് താഴെ പറയുന്നവയിൽ. 81ാമത്തെ ക്വസ്റ്റ്യൻ. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്ന്? ഓപ്ഷൻ എ ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10. 82ാമത്തെ ക്വസ്റ്റ്യൻ. നീണ്ടകര ഏത് മേഖലയിലാണ് പ്രശസ്തമായിട്ടുള്ളത്? ഓപ്ഷൻ സി മത്സ്യബന്ധനത്തിനാണ് നീണ്ടകര പ്രശസ്തമായിട്ടുള്ളത്. മത്സ്യബന്ധനത്തിന്. 83ാമത്തെ ക്വസ്റ്റ്യൻ. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏത്? ഓപ്ഷൻ എ ഗ്ലൂക്കോസ് ആണ്. രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. 84ാമത്തെ ക്വസ്റ്റ്യൻ. ആഗോള ഉപഗ്രഹാധിഷ്ഠിത നാവിക വിദ്യയായ ഗ്ലോനാസ് ഏത് രാജ്യത്തിൻ്റേതാണ്? ഓപ്ഷൻ ഡി റഷ്യയുടേതാണ്. ആഗോള ഉപഗ്രഹാധിഷ്ഠിത നാവിക വിദ്യയായ ഗ്ലോനാസ് റഷ്യയുടേതാണ്. 85ാമത്തെ ക്വസ്റ്റ്യൻ. ദുർഗേശനന്ദിനി എന്ന ബംഗാളി നോവൽ രചിച്ചതാര്? ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദുർഗേശനന്ദിനി എന്ന ബംഗാളി നോവൽ രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആരുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് രചിക്കപ്പെട്ട വിലാപ കാവ്യമാണ് പ്രരോദനം? ഓപ്ഷൻ ബി AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് രചിക്കപ്പെട്ട വിലാപ കാവ്യമാണ് പ്രരോദനം കുമാരനാശാൻ്റെ. 87ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ഹരിയാനയാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട കപ്പൽ നിർമ്മാണശാല ഏത്? ഓപ്ഷൻ സി കൊച്ചിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചി. 89ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്ന് പരിഗണിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആനി ബസന്റ് കോൺഗ്രസ് പ്രസിഡൻ്റായ വർഷമേത്? ഓപ്ഷൻ ബി 1917 ആനി ബസന്റ് കോൺഗ്രസ് പ്രസിഡൻ്റായ വർഷമാണ് 1917. 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏത്? ഓപ്ഷൻ സി അണ്ഡമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഡം. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്ത്രീധന നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമേത്? ഓപ്ഷൻ സി 1961 സ്ത്രീധന നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമാണ് 1961. 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷമേത്? ഓപ്ഷൻ ബി 2009 ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷമാണ് 2009. 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച ഭാഷ ഏതായിരുന്നു? ഓപ്ഷൻ എ ഇംഗ്ലീഷ് ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച ഭാഷയായിരുന്നു ഇംഗ്ലീഷ്. 95ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന പ്രശസ്തമായ ചിത്രം വരച്ചതാര്?
ഓപ്ഷൻ ഡി നന്ദലാൽ ബോസ് ആണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ്. 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മാസ്റ്റർ ദാ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിപ്ലവകാരി ആരായിരുന്നു? ഓപ്ഷൻ ഡി സൂര്യ സെൻ ആയിരുന്നു. മാസ്റ്റർ ദ എന്നറിയപ്പെട്ടിരുന്ന വിപ്ലവകാരിയായിരുന്നു സൂര്യ സെൻ. 97ാമത്തെ ക്വസ്റ്റ്യൻ. ചാന്ദ്രയാൻ 2 ദൗത്യത്തിലെ റോവറിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ഡി പ്രാഗ്യാൻ എന്നതാണ്. ചാന്ദ്രയാൻ 2 ദൗത്യത്തിലെ റോവറിൻ്റെ പേരാണ് പ്രാഗ്യാൻ. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ച വർഷമേത്? ഓപ്ഷൻ ഡി 1888 കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് 1888. 99ാമത്തെ ക്വസ്റ്റ്യൻ. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ള നദി ഏത്? ഓപ്ഷൻ ബി സിന്ധു നദിയാണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ള നദിയാണ് സിന്ധു നദി. 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ ഏതാണ്? ഓപ്ഷൻ ബി അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത്. അവസാദ ശിലകൾ കൊണ്ട്. ഓക്കെ ഫ്രണ്ട്സ്,